മുശ്രിക്കുകളടക്കം സൂക്ഷിക്കാൻ കൊടുത്ത സ്വത്ത് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി ദിവസം എടുത്തത് 3 ദിവസമാണ്. അത്രത്തോളം സാധനങ്ങൾ മുശ്രിക്കുകളും അല്ലാത്തവരും എല്ലാവരും സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അൽ അമീന്റെ അടുത്താണ്. അതിൽ ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, മുത്തുകളുണ്ട്, പലതുണ്ട്, വിലപിടിപ്പുള്ള പലതുണ്ട്. 3 ദിവസം എടുക്കേണ്ടി വന്നു. മക്കയിലുള്ള ആളുകളെ കണ്ടെത്താനല്ല, ഇത് വിതരണം ചെയ്ത് തീർക്കാൻ. അത് മുഴുവനും കൊടുത്തതിന് ശേഷമേ വരാവൂ എന്ന് അലി റളിയല്ലാഹുവിനോട് നിർദ്ദേശം കൊടുത്തിരുന്നു. എത്രത്തോളമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ആ അമാനത്തിന് എത്രമാത്രം വലിയ ബഹുമാനം ഉണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊരു സ്വത്ത് ഭദ്രമായിട്ട് തന്നെ അത് നിൽക്കണം എന്നതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം ചാഞ്ഞ് ചെരിഞ്ഞ് വീണുപോകാനായ ഒരു മതിൽ കെട്ട്, അതും ചെറിയൊരു മതിലല്ല, 500 മുഴം ഉയരമുള്ള വലിയൊരു വൻമതിലാണ്. അത് ഭദ്രമായ രൂപത്തിൽ, അവിടെ പൊളിയാത്ത രൂപത്തിൽ ഭദ്രമായി കെട്ടി നിർത്തിയത്, ഒരസ കൂലിയും വാങ്ങാതെ കെട്ടി നിർത്തിയത്. പാവപ്പെട്ട യതീമുകൾക്ക് അതിനടിയിൽ അവരുടെ പിതാവ് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധിയുണ്ട്. ആ നിധി വേറെ ആരുടെയെങ്കിലും കയ്യിലെത്തിയിട്ട് പാവങ്ങൾക്കത് കിട്ടാതെയായാൽ വലിയ വിഷമം അല്ലേ? അത് വിചാരിച്ചാണ് ആ ചുമരിന്റെ പണിയെടുത്തത്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ. ഈ മക്കൾക്ക് നല്ല പ്രായപൂർത്തിയും പക്വതയും വന്ന പ്രായമെത്തുമ്പോ ഉപ്പയുടെ സമ്പത്തിനെ പറ്റി അന്വേഷിക്കുമ്പോ ഇങ്ങനൊരു നിധിയുണ്ട് എന്നറിയുമ്പോ അതെടുത്തുകൊണ്ട് സുന്ദരമായി ജീവിക്കണമെങ്കിൽ അത് സുരക്ഷിതമായി നിൽക്കണം. മതിൽ പൊളിഞ്ഞു വീണാൽ ആരുടെയെങ്കിലും കയ്യിലെത്തും. അവരോട് പോയി യതീമിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞാലും അത് കിട്ടില്ല. അതുകൊണ്ട് ആ അമാനത്ത് അങ്ങനെ തന്നെ നിൽക്കണം. അതിനാണ് അത്രയും വലിയ ഒരു മതില്, ഒരു 5 പൈസ 5 കാശ് പോലും കൂലി വാങ്ങാതെ ഏറ്റവും നല്ല സൗജന്യമായ ഖിദ്മത്തിലൂടെ പടുത്തുയർത്തിയത്. അമാനത്തിന്റെ മൂല്യം മനസ്സിലാക്കി തരാനാണ്. വൽ അമാനത്തു മഗ്നമാ, അമാനത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയാൽ വസ്സകാത്തു മഗ്റമാ, മൂന്നാമത്തെ അടയാളം സക്കാത്ത് കടബാധ്യതയായി മാറിയാൽ. മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ അതാണ്. എത്രയോ ആളുകൾ ഈ അടുത്ത് മരണപ്പെട്ടതറിഞ്ഞപ്പോ വിഷയം പറയാൻ വേണ്ടി മക്കൾ അടുത്ത് വരുമ്പോ അവരോട് ചോദിക്കുന്നു, ബാപ്പക്ക് എന്തായിരുന്നു പണി? ബാപ്പക്ക് ഇന്നയും ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. സക്കാത്ത് കൊടുത്തിരുന്നോ? ഇല്ലേ, ഇല്ല. 10-25 കൊല്ലത്തെ സക്കാത്ത് കടബാധ്യതയായിട്ടാണ് ബാപ്പ മരിച്ചുപോയത്. നഊദു ബില്ലാഹ് വസ്സകാത്തു മഗ്റമാ. സക്കാത്ത് ഒരു കടബാധ്യത. നമ്മുടെ മുറാദുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു തുച്ഛമായി പാവങ്ങൾക്ക് നിശ്ചിത ആളുകളിലേക്ക് കൈമാറേണ്ടത് കടബാധ്യതയാണ്. ഡെപ്പോസിറ്റായി എല്ലാവരുടെ പക്കലും അധിക ആൾക്കാരുടെ പക്കലും സക്കാത്ത് കൊടുക്കേണ്ട തുകയുണ്ട്. പലർക്കും അതിന് അർഹതയുണ്ട്. അർഹതയുള്ളവർ ഓരോ വർഷം ഏറി വരികയാണ്. അക്കൗണ്ടിന്റെ എണ്ണവും അക്കൗണ്ടിൽ വരുന്ന വരവും കൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ കൊടുക്കേണ്ടത് ചെറിയൊരു തുക മാത്രമാണ്. അത് കടബാധ്യതയാണ്. കടമായത് ബാക്കി വെക്കരുത്, കറക്റ്റായത് കൊടുക്കണം. അതൊരു കടബാധ്യതയായി ബാക്കി വെച്ചാൽ നമ്മുടെ ഹസനാത്തിൽ നിന്നെടുത്ത് ആഖിറത്തിൽ കൊടുക്കേണ്ടി വരും. പകരമായി നിസ്കാരം കൊടുക്കേണ്ടി വരും, നോമ്പ് കൊടുക്കേണ്ടി വരും, ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടി വരും, ഹജ്ജും ഉംറയും കൊടുക്കേണ്ടി വരും. ഒന്നും ഇല്ലാത്തവനായി തുലഞ്ഞു നിൽക്കേണ്ടി വരും. കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം. അത് അർഹരിലേക്കുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നേട്ടമാണ് തരുക. ഒരു നിലക്കും അതിനൊരു കുറവും അള്ളാഹു വരുത്തൂല. സക്കാത്ത് കൊടുക്കുന്നവർക്ക് എത്രയാണ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നത്? അള്ളാഹു നിശ്ചയിച്ച അത്രയും വർധനവ് അള്ളാഹു കൊടുക്കും. സക്കാത്ത് കൊടുക്കുന്നവരുടെ സ്വത്തും സമ്പാദ്യം കുറയൂല. അത് ഓരോ വർഷവും ഇങ്ങനെ വർധനവ് കിട്ടിക്കൊണ്ടിരിക്കും. ആ നിശ്ചിത ആ അളവ് അത് ആ അർഹരായ ആളുകളിലേക്ക് കൊടുത്തുകളെ.
ഓരോ വർഷവും. ഒരു വർഷം മടി തോന്നിയാൽ രണ്ടാമത്തെ വർഷം അങ്ങനെ ആവും. പിന്നെ കെട്ടിക്കണക്കിന് കുറെ അങ്ങോട്ടായാൽ ലാസ്റ്റ് ഒന്നായിട്ട് കൊടുക്കാന്ന് പറയും. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? മരിച്ച സമയത്തിന് ശേഷമുള്ള. മരിക്കുമ്പോ പിന്നെ അത് മക്കളിലേക്കും മറ്റും വരുമ്പോ അവരെങ്ങാനും സ്വത്തിനും കാര്യത്തിനും കൂടുതൽ ആവശ്യമുള്ളവരായാൽ ബാപ്പക്ക് ബാപ്പന്റെ ഹയാത്ത് കാലത്ത് കൊടുത്തുണ്ടായിരുന്നില്ലേ? ഇൽമും തഖ്വയും ഇഖ്ലാസും അറിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, മൂപ്പരെന്തേ കൊടുക്കാതിരുന്നത്? ഇപ്പൊ നമ്മക്കുള്ള സ്വത്തല്ലേ, ഇനി നമ്മക്കാണ്ട് ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ കഴിഞ്ഞു. അപ്പോഴും അത് കടാണ്. അത്രയും ഇഖ്ലാസുള്ള ആൾക്കാർ മക്കളൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കുന്നവരുള്ളൂ. ബാക്കിയുള്ള ഒരു അനൗൺസ്മെന്റ് വരും, ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഇന്ന ആൾക്കാരുണ്ട്. ഞാൻ ആരും പേര് പറയില്ല, കാരണം പേരുള്ള ഒരു ബുദ്ധിമുട്ടാണ്ട്. ഇന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് വീട്ടാന്ന് ഉസ്താദിനോട് അങ്ങനെ മസൂലിയത്ത് ഏൽപ്പിക്കും. അപ്പൊ ഉസ്താദ് അത് പറയും, ഓല് ഏൽപ്പിച്ച ഉസ്താദ് പറയണേ. ഉസ്താദിന്റെ വകയിൽ പറയില്ല, അങ്ങനെ മക്കളൊക്കെ ഒന്നിങ്ങനെ ഏൽപ്പിച്ചു ഉസ്താദെ അത് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളതുണ്ട് ചോദിക്കാൻ ഉസ്താദ് പറയും. ബാപ്പാക്ക് ഒരു അവകാശം അവിടെ ബാക്കിയുണ്ടായിട്ട് അതങ്ങനെ തന്നെ കടായി നിന്നു. മക്കളിലേക്ക് വന്നപ്പോ മക്കൾ ചിന്തിച്ചു, ബാപ്പാക്കാണ് കൊടുത്തുവിടാന്നില്ലേ, എന്തേ കൊടുക്കാതെ? നമുക്ക് എന്തെല്ലാം പണി പദ്ധതി ഉണ്ട്, അതിന് തികയില്ല, ഇനി ഇന്നും കൊടുക്കാം എന്നാവില്ല തൽക്കാലം, അത് പിന്നെ കൊടുക്കാന്ന് പറയും. അങ്ങനെ നേർക്കുനേരെ അനുഭവം പലരിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആ പറയുന്നത്. ആരെയും കണ്ടിട്ട് ബാക്കി വെക്കരുത്. നമുക്ക് കൊടുക്കാനുള്ള സക്കാത്ത് നമ്മൾ തന്നെ കൊടുക്കും. ഒരു വർഷം നിങ്ങളിൽ ഒരാളെ കയ്യിൽ 1,00,000 രൂപ, ഞാൻ ചെറിയൊരു കണക്കാ പറയട്ടോ, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നുള്ളൊരു വർഷം വരിക, ഞാൻ അതിന്റെ കണക്കിപ്പോ പറയുന്നില്ല. 1,00,000 രൂപ ഒരാളെ കയ്യിൽ വന്നാൽ ചെറിയ ഒരു സംഖ്യയിലേക്ക് കൊടുക്കേണ്ടിയുള്ള ഒരു 2.5%, 2,500 എന്ന് പറഞ്ഞാൽ 1,00,000 ചേർത്തി നോക്കുമ്പോ എത്ര ചെറുതാ. ഒരു 2,500 നമ്മൾ ഇങ്ങനെ ചുറ്റി പിടിച്ച് വിഷ്കണം. നമ്മളെ ഹക്കല്ലാഞ്ഞിട്ട് നമ്മൾ എന്തിനാ അത് വിഷ്കണ്? അത് നമ്മളെ കയ്യിൽ ഒരു കൊല്ലം അങ്ങനെ നിൽക്കലോടെ നമ്മളെ ഹക്കല്ല, അത് ആരാന്റെതാണ്. ഫക്കീർ, മിസ്കീൻ, കടക്കാരൻ അങ്ങനെ പറയുന്ന ആ വകുപ്പിൽപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അവരിലേക്ക് നമ്മൾ അങ്ങനെ കൊടുത്തോ? അല്ലാഹു തആല പറയുന്നത് വർധനവ് കിട്ടുന്നതാണ്. വമാ ആതീതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുളഇഫൂൻ. ഇരട്ടി 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 അല്ലാഹു തആല ഉദ്ദേശിച്ച അത്രയും ഇരട്ടി അല്ലാഹു തആല തരും, ഒരു കുറവുണ്ടാവും. പക്ഷെ ആ മേഖല അധികവും കടാണ്. അല്ലെ ചില ടൗണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ ഒരു വർഷം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ വർഷം ബിസിനസ് വർഷം അവസാനിക്കുമ്പോൾ ഒരു കൊല്ലമാകുമ്പോ അവിടെ ഡെപ്പോസിറ്റ് ഉള്ള വിൽപ്പനാ വസ്തുക്കള് മൊത്തം ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു 25 ലക്ഷം, ചെറുതാ പറയണ്ട വലുതല്ല, 25 ലക്ഷം. വലിയ വലിയ മാർക്കറ്റുകളും വലിയ വലുതൊക്കെ ആണെങ്കിൽ കോടിയിലേക്ക് അങ്ങനെ പോകണം. അതൊക്കെ അവിടെ ബാക്കിയുണ്ട്. അതിന്റെ 2% കൊടുക്കുകയാണെങ്കിൽ അവരാ ഉദ്ദേശിച്ച ആളുകളിലേക്ക് അതിന്റെ വകുപ്പനുസരിച്ച് നീക്കുകയാണെങ്കിൽ എത്ര കണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിയും, സാധു സംരക്ഷണത്തിന് കഴിയും, കടക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയും, എത്ര കഴിയും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു ടൗണിലുള്ള ഒരു 10-25 ആള് തന്നെ കൊടുക്കുകയാണെങ്കിൽ, അവരവരെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എത്രയോ ആളുകളെ കണ്ണീരൊപ്പാൻ കഴിയും. അതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്, ഒരു ബാധ്യതയും കൂടിയാണ്. പക്ഷെ അത് കടമായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പഠനം നടത്തപ്പെടുന്നു ദീനല്ലാത്തതിന് വേണ്ടി. ദീനിന് വേണ്ടി പഠനം നടത്തണം. ദീനല്ലാത്തതിന് വേണ്ടിയാണ് പഠനം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? സ്ഥാനം കിട്ടാൻ ഒരു പഠനം, സമ്പത്ത് കിട്ടാൻ വേണ്ടി ഒരു പഠനം. ദീനിന് വേണ്ടിയാകണം പഠിക്കേണ്ടത്. ഏത് പഠനം നീ പഠിക്കുകയാണെങ്കിലും ദീനിന് അതുകൊണ്ട് ഉപകാരമുണ്ടാകണം. നമ്മുടെ ദീന് നിലനിൽക്കാൻ ആ പഠനം സഹായകമാകണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സ്വന്തം ജീവിതത്തിൽ അത് പകർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മളെ കുടുംബങ്ങളിലേക്ക് താവഴികളിലേക്ക് പകർന്നു കൊടുക്കാനും ഉപകാരപ്രദമായ പഠനം നടത്തപ്പെടണം. പക്ഷേ പഠിപ്പിക്കപ്പെടുന്നത് അധികവും ഈ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം പഠനം നടത്തപ്പെടേണ്ടത്. മറ്റു മേഖലകളിലേക്ക് അത് തിരിയുന്നു. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വിധേയപ്പെടുന്നു,
തന്റെ ഭാര്യയ്ക്ക് വിധേയപ്പെടുന്നു. ഭാര്യ എന്തു പറയുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നു. നല്ല രൂപത്തിലാണോ ആരുടേതും അനുസരിക്കണം. അതൊരു ഭാര്യൻ്റെത് മാത്രം പിന്നെ എടുത്തു പറയാനില്ല. ഭാര്യ പറയുന്നയാളോട് എനിക്കെന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളുടെ കൂടെ എനിക്ക് ഒരു ടൂറിന് പോകണം. അയാൾ ചോദിക്കുന്നു ആരാ നേതൃത്വം? നേതൃത്വം നൽകാൻ ഞങ്ങളുടെ 4 നേതാക്കളുണ്ട്. ആ 4 പേരിൽ ഈ പെണ്ണിനെ നോക്കാനോ പരിരക്ഷിക്കാനോ ഒരു മഹറമും ഇല്ല. മുഴുവനും അന്യപുരുഷന്മാരാണ്. അന്യപുരുഷന്മാരോടൊപ്പം ആർമാദിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആർഭാടം നടത്തിക്കൊണ്ട് ഇഷ്ടം പോലെ സമ്പത്തും ചെലവഴിച്ച് പോകാൻ 10,000 25,000 രൂപ ഒരുക്കി കൊടുക്കുന്നു. ഈ പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു അനുവദിച്ച മാർഗത്തിലാണോ അല്ല? ഈ യാത്രയുടെ പേരെന്താണ്? ഹലാലായ യാത്രയാണെങ്കിൽ അതിന് കൂലിയുണ്ട്. ജമ്മും ഖസറുമാക്കൽ അനുവദനീയമാണ്, സുന്നത്താണ്. ദൂരം പിന്നെയും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് ഉത്തമമായി തന്നെ വരും. പക്ഷെ അതിനൊന്നും പറ്റാത്ത യാത്രയാണ്. പറ്റാത്ത യാത്ര പോകുമ്പോ എത്ര പേരാണിപ്പോൾ മരിച്ചൊടുങ്ങുന്നത്? എത്ര ആളുകളാണ് മരിച്ചൊടുങ്ങുന്നത്? ഏതാണ് അവരുടെ ജീവിതത്തിൽ അവസാനം? ആരും സമ്മതിക്കാതെ ഇറങ്ങിപ്പോയത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് ഭർത്താവ് യാത്രയാക്കിയത്. ഭർത്താവിനോട് ഭാര്യ പറയുന്നു, നിങ്ങൾ പറയും പോലെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഞാനിങ്ങനെ ഹാഫ് കൈയുള്ള ഡ്രസ്സ് ധരിക്കും, അതുപോലെ തന്നെ ഒരു ഷാളും ധരിക്കും, പിന്നെയോ ഒരു ബനിയൻ ഡ്രസ്സ് ധരിക്കും, ഒരു ടൈറ്റ് ഫിറ്റ് പാന്റും ധരിക്കും. ഇങ്ങനെയൊക്കെ എനിക്ക് മോഡലായി വരാൻ കഴിയൂ. ഭർത്താവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിന്റെ സമ്പത്തിന്റെ ചതിയിൽ ഞാൻ പെട്ടുപോയി. പഠിപ്പിച്ച് നന്നാക്കാനാണ്, എങ്ങനെ വളർത്താനാണ്. കുറച്ചു കഴിയുമ്പോ തിരിച്ചവര് പറയൂലേ, ഉമ്മ അങ്ങനെയല്ലേ, ബാപ്പ ഇങ്ങനെയല്ലേ എന്ന് മക്കള് പറയൂലേ. സഹോദരങ്ങളെ, ഭാര്യ ഭർത്താവിന് വഴിപ്പെടുന്നതും ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുന്നതും രണ്ടും അള്ളാഹു അനുവദിച്ച മാർഗത്തിലേ പറ്റിയാണോ അല്ലേ എന്ന് വിലയിരുത്താതെ, ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാലും സ്വന്തക്കാരിയല്ലേ എന്ന നിലക്ക് അത് പറ്റുമോ? അത് പറ്റില്ല. പറ്റാത്തത് പറ്റൂല എന്ന് തുറന്നു പറയണ്ടേ? പറയണം. അതാരോടും പറയണം. ഒരു മടിയും അതിന് കാണിക്കരുത്. അതിനാണ് ദീനീയ. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് മാറിക്കൊടുക്കേണ്ടി വരികയാണ് പലപ്പോഴും. പക്ഷേ അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി കണ്ടിട്ട് മാറി മറിഞ്ഞ് ചിന്തിക്കുകയാണ് വേണ്ടത്. എന്തേ ഭർത്താവ് അങ്ങനെ മാറിപ്പോകാൻ കാരണം? ഭർത്താവ് എന്തിനാണ് അങ്ങനെ വഴിപ്പെടുന്നത്? ഭർത്താവിനെ വാണിംഗ് നടത്തുകയാണ്. നിങ്ങൾ അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയത് മുഴുവനും നിങ്ങൾ എന്നിൽ നിന്ന് അപഹരിച്ചെടുത്തു എന്ന് നിങ്ങളെ പേരിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യും. പിന്നെ അയാൾ നമ്മൾ അനുസരിച്ചു, പറഞ്ഞതൊക്കെ വിശ്വസിച്ചു, നമ്മൾ കേട്ടോളാം. ഞാൻ അങ്ങാടി പോയി, അല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ പോയിട്ട് വൈകുന്നേരം ആകുമ്പോ ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞോളൂ. ആ വീട്ടിൽ വരുന്നത് കൂട്ടുകാര് മാത്രമല്ല, കൂട്ടുകാരികളും കൂട്ടുകാരും. കാണാൻ പറ്റാത്തവരാണ് പലരും. അങ്ങനെ ഇരുന്ന് ചൊങ്കും ചുറുവിനോ ഡിഗ്രിക്കോ പഠിക്കുമ്പോഴുള്ള കൂട്ടുകാരാണ്. കൂട്ടുകാരൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊരു ടൈം കഴിഞ്ഞാൽ, പഠനകാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെയും അവരെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച് കിന്നാരം പറയേണ്ട അവസ്ഥ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഭർത്താവിനോട് പോകാൻ പറയുമ്പോ അയാള് വഴിപ്പെടേണ്ടി വരുന്നു. ആണും പെണ്ണും മാസിയത്തിൽ വഴിപ്പെടാൻ പാടില്ല. ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് ഒരു തെറ്റ് ചെയ്യാൻ ഭാര്യ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. ബാബുൻ ലാ തുതിഉൽ മർഅതു സൗജഹാ ഫീ മാസിയ. പെണ്ണ് ഭർത്താവിനോട് കുറ്റകരമായ കാര്യത്തിൽ വഴിപ്പെടാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല എന്നതിനെ പറ്റി പറയുന്ന ഒരു അധ്യായം എന്ന് കാണാം സഹീഹുൽ ബുഖാരി. എന്താണ് അവിടെ കൊണ്ടുവന്ന ഹദീസ്? ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തേക്ക് ഒരു ഉമ്മ തന്റെ മോളെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ മോളാണ്.
ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ്. എന്താ പ്രശ്നം? ഈ പെണ്ണിന് കുറച്ച് മുടി കുറവുണ്ട്, കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞ് വീട്ടിലാക്കി പോയതാണ്. മുടി സാധാരണ രൂപത്തിലൊക്കെ ഉണ്ട്, പക്ഷെ അതിങ്ങോട്ട് തായ്ഭാഗം വരെ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് തൂങ്ങിയിട്ട് തായ്ഭാഗം വരെ എത്തണം, ഏകദേശം ഒരു അരക്കെട്ട് വരെ എത്തണം. അത്ര ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. അങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുമോ നബിയെ? ഇല്ലല്ല, വെച്ചു കൊടുക്കാൻ പറ്റൂല. ലാ ഇന്നഹു ലുഇനൽ മുസ്ലിലാത്ത്. അങ്ങനെ വെപ്പുമുടി വെക്കുന്നവരെ ശപിക്കപ്പെട്ടിരിക്കുന്നു, ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അത് പറ്റാത്തൊരു സംഗതിയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല, അത് കുറ്റകരമാണ്. കുറ്റകരമായ ഏത് സംഗതിക്കും വിധേയപ്പെടാൻ പാടില്ല. ആരും ആരെയും അനുസരിക്കാൻ പാടില്ല. ലാ ത്വഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ റബ്ബിനെ എതിര് ചെയ്തുകൊണ്ട് ഒരു സൃഷ്ടിക്കും ഒരാളും വിധേയപ്പെടാൻ പാടില്ല. അത് പൊതുവെയുള്ളൊരു നിയമമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ഈ കാര്യം നമ്മൾ പച്ചയായി കാണുന്നു. പലപ്പോഴും പേടിപ്പെടുത്തുന്ന പല സംഗതികൾ ഉണ്ടാകുന്നു. വഴിപ്പെട്ടു പോകാൻ പലരും കീഴ്പ്പെട്ടു പോകാൻ, ചിലര് കുടുങ്ങിയിട്ട് സാമ്പത്തികമായിട്ട്, മറ്റു പലരും വേറെ വഴിയൊന്നുമില്ല, ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള നിലക്ക്. നല്ല ആർജവത്വത്തോടെ നിന്ന് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ മാത്രം വിധേയപ്പെട്ട് മുന്നോട്ട് പോകണം. മൂന്ന് അടയാളങ്ങൾ ചേർത്തി വായിച്ചതാണ്. അത് ഒന്നായി പറയാം, ഓരോന്നും പറയാൻ ടൈമില്ല. ഉമ്മാനെ വെറുപ്പിച്ചു, സുഹൃത്തിനെ അടുപ്പിച്ചു, ബാപ്പയെ അകറ്റി നിർത്തി. ഒരു ഭാഗത്ത് ഉമ്മാനെ വെറുപ്പിച്ചു, മറ്റൊരു ഭാഗത്ത് ബാപ്പാനെ അകറ്റി നിർത്തി. അതിന്റെ നടുവിൽ ഫ്രണ്ട്സിനെ, സുഹൃത്തിനെ അടുപ്പിച്ചു. സുഹൃത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ടും നിർവഹിക്കേണ്ടി വന്നത്. ബാപ്പാനെ അകറ്റി നിർത്തിയതും ഉമ്മാനെ വെറുപ്പിച്ചതും സുഹൃത്തിനോടുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ്. അതെ, മദ്യപിക്കാൻ കാശ് നൽകാത്തതിന്റെ പേരിൽ ഉപ്പയെയും ഉപ്പാപ്പയെയും കഴുത്തറുത്തു കൊന്നത് നമ്മൾ പച്ചയായി കണ്ടതാണ്. കാരണം അവനാണ് കൂട്ടുകാരന് അന്ന് വാങ്ങിക്കൊടുക്കേണ്ടത്. അതിനു മുമ്പുള്ള 2-3 യാത്രകളിലും മറ്റുള്ളവർ വാങ്ങിക്കൊടുത്തത് ഇവൻ മോന്തി കുടിച്ചിട്ടുണ്ട്. അന്നവന്റെ ഊഴമാണ്. അവന് കിട്ടേണ്ടിടത്തുനിന്ന് കാശ് കിട്ടാൻ ഉപ്പ വിലങ്ങ് തടിയായപ്പോ, ഉപ്പാപ്പതിന് എതിര് നിന്നപ്പോ അവരെ അങ്ങ് പണി തീർത്തു. പലപ്പോഴും നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പല സംഭവങ്ങളും നമ്മൾ വായിച്ചറിയുകയാണ്. നടുവിൽ പ്രവർത്തിക്കുന്ന സ്വദീഖാണ്, സുഹൃത്താണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കൂട്ടുകെട്ട് ആരോടുകൂടെയാണ് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്ലൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതനിഷ്ഠയുടെ മേലിലാണ്. സുഹൃത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, സ്വീകരിക്കുന്നത്, അതേ രൂപഭാവങ്ങൾ അവന്റെ ജീവിതത്തിലേക്കും വരും. പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ അത് വഴിയായി മാറും. ആരോട് ചങ്ങാത്തം കെട്ടണം എന്ന് ശരിക്ക് ശ്രദ്ധിക്കണം. നല്ല മനുഷ്യരോട്, മുത്തഖീങ്ങളോട് മാത്രമേ കൂട്ടുകൂടാവൂ. ആ മുത്തഖീങ്ങളെ പരലോകത്തും സുഹൃത്തുക്കളായി നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ എതിര് പറയുന്നവരായിരിക്കും. അവനാണ് എന്നെ ചെയ്യിപ്പിച്ചത്, ഇവനാണ് എന്നെ കുടുക്കിയത്, അവനാണ് എന്നെ കൊണ്ടുപോയത്. സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുമ്പോ ആ സുഹൃത്ത് വിശ്വസ്തനും സത്യസന്ധനും നല്ല വഴിക്ക് മാർഗം കാണിക്കുന്നവനും നല്ലതിന് സഹായിക്കുന്നവനും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തുന്നവനും അങ്ങനെ നന്മക്ക് കാരണമാകുന്ന കൂട്ടുകാരനാകണം. അവന് ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഉപകാരമാണ്. പരലോകത്തും അവനെ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കും. അതല്ല തിന്മയുടെ ഉപാസകനായ കൂട്ടുകാരനാണോ, തിന്മക്ക് വേണ്ടി അവനോടൊപ്പം കൂട്ടുകൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് നടക്കാൻ ബാപ്പയോ ഉമ്മയോ വിലങ്ങ് തടിയായാൽ ഉമ്മാനെ വെറുപ്പിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മാനെ അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. കൂട്ടുകാരൻ പറഞ്ഞതിന്റെ പേരിൽ ഉമ്മയോട് പിണങ്ങിക്കഴിയുന്നു. നഊദു ബില്ലാഹ്.
കൂട്ടുകാരി പറഞ്ഞതിന്റെ പേരിൽ ഉപ്പയോട് കയർക്കുന്നു, ദേഷ്യപ്പെടുന്നു, ബന്ധം കുറക്കുന്നു, അകറ്റി നിർത്തുന്നു. ഉമ്മാനെ വെറുപ്പിക്കരുത്. സ്വന്തം ജീവിതത്തിൽ ഒരു ഇണയെ കിട്ടിയാലും ഉമ്മയോടുള്ള ബന്ധം കുറയരുത്, ബാപ്പയോടുള്ള ബന്ധം കുറയരുത്, ബഹുമാനം കുറയരുത്. സ്വന്തം ജീവിതത്തിന്റെ പങ്കാളിയെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്നേഹബന്ധത്തോടെ ബന്ധിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഉമ്മയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും സംരക്ഷണവും സമ്പർക്കവും ഒരിഞ്ച് പോലും കുറയാതെ കാത്തു സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും സ്വഹാബത്തിനെ പറഞ്ഞു ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ്, സ്വഹാബ, നിങ്ങളെ കൂടെ ഒരു ജീവിത പങ്കാളി അല്ലാഹു നൽകി എന്ന് കരുതിയിട്ട് ഉമ്മ കണ്ണീരൊഴുക്കേണ്ട, ഉപ്പ വിഷമത്തോടെ ഒരുപാട് സമയം പലയിടത്തും സമയം തള്ളി നീക്കേണ്ട ഒരു ഗതികേട് വരരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ നിർവഹിക്കുന്ന സുഹൃതങ്ങളൊന്നും നിങ്ങൾക്ക് ആഖിറത്തിൽ ഫലം ചെയ്യൂല, ഉപകരിക്കൂല. ബാപ്പാന അന്യനായി കാണരുത്. സ്വന്തം ഒരാളെ കിട്ടിയാൽ ജീവിതത്തിൽ എനിക്കെല്ലാം തികഞ്ഞു എന്ന് തോന്നരുത്. അപ്പോഴും എനിക്കെന്റെ ഉപ്പയും എന്റെ ഉമ്മയും വലിയവരാണ്. അവര് നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അഥവാ ബാപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവം പരുക്കൻ രൂപത്തിലാണെങ്കിൽ വേണ്ട സ്നേഹത്തോടെ പ്രതികരിക്കാൻ സ്വന്തം ഇണയെ പ്രാപ്തരാക്കണം. സ്വന്തം ഇണക്കതിനുള്ള പ്രാക്ടീസ് നൽകണം. നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമുക്കെന്നും വേണ്ടപ്പെട്ടവരാണ്. നല്ല രൂപത്തിൽ മാത്രം നീ പ്രതികരിച്ചുകൊണ്ട് സ്നേഹവും ബഹുമാനവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തിനാന്നറിയോ പെങ്ങളെ, കുറച്ചു കഴിഞ്ഞാൽ ഞാനും നീയും ബാപ്പയും ഉമ്മയുമാകും. നമ്മുടെ മക്കളിലേക്കും ജീവിത പങ്കാളികൾ വരും. നമ്മൾ ഈ ബാപ്പാനെയും ഉമ്മാനെയും വേണ്ടതുപോലെ സ്നേഹിച്ച് ബഹുമാനിച്ചില്ലെങ്കിൽ ദുനിയാവിൽ അതിന്റെ ഒരു ചിത്രം അല്ലാഹു നമുക്കും തരാനുണ്ട്. നമ്മുടെ മക്കളിലൂടെ, പേരമക്കളിലൂടെ നമ്മൾ ഏത് രൂപത്തിലാണോ ബാപ്പാനെയും ഉമ്മാനെയും പിണക്കി അകറ്റി നിർത്തിയത്, അതിനേക്കാളും അസഖ്യമായ രൂപത്തിൽ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മക്കൾ, ചെറുപ്പക്കാരികൾ നമ്മെ അകറ്റി നിർത്തുന്നൊരു ദുരന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുത്. അങ്ങനൊരു വിഷമം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. നമ്മൾ അവരെ സംരക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ ബാപ്പ ഉമ്മമാരുടെ പൊരുത്തം അനിവാര്യമാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ചരിത്രം ഞാൻ നീട്ടുന്നില്ല. അൽഖമ ഏറെ വിഷമം അനുഭവിച്ചു പോയി. കവിളൊക്കെ ഒട്ടിയ ഒരു ഉമ്മ. ആ ഉമ്മാക്കൊരു മകളും ഒരു മകനും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. അവരുടെ ജീവിത വൃത്തിക്ക് ഈ പ്രായം ചെന്ന ഉമ്മ തടസ്സാകുന്നു കരുതിയിട്ട്, ഉമ്മാനെ നല്ല നിലക്ക് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് വൃദ്ധസനത്തിൽ കൊണ്ടുപോയി ആക്കിയതാണ്. ആ ഉമ്മ പൊട്ടിക്കരയുന്നത്, മുമ്പൊക്കെ മാസത്തിൽ 2 തവണയെങ്കിലും എന്റെ മക്കൾ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം തീരെ വിളിച്ചില്ല. അവരത്രത്തോളം എന്നെ അകറ്റിയല്ലോ, വെറുത്തല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, ഭക്ഷണത്തെക്കാളും വലുത്, സൗകര്യത്തെക്കാളും വലുത് ആത്മാർത്ഥമായ സ്നേഹമാണ്, ആത്മാർത്ഥമായ സമ്പർക്കമാണ്. അതിനാണ് അള്ളാഹുവിന്റെ റിള ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത്. സമ്പന്നയായിട്ടും ഉമ്മമാരെ ഖദീജ റളിയല്ലാഹു അൻഹാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാലൂട്ടിയ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് കണ്ടില്ലേ നിങ്ങൾ? സ്വന്തം മാതാവിന്റെ സ്ഥാനത്ത് 2 വർഷത്തിലധികം പോറ്റി വളർത്തിയ അവിടുത്തെ ഉമ്മമാരിൽ ഒരു പ്രധാനപ്പെട്ട ഉമ്മയാണ് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹ.
ഹലീമ ബീവി വരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ച് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്താ വേണ്ടത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ഉമ്മാക്ക് സാമ്പത്തികമായി കുറച്ച് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ കുലീന വനിതയായ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തത് 20 ഒട്ടകങ്ങളും 20 ആടുകളുമാണ്. എന്തൊരു സ്നേഹാണ് ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഉമ്മയോട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയോട് എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹാണ്, എന്തൊരു സന്തോഷാണ്. അവിടെയാ നമ്മൾ കാണേണ്ടത്. ആ സ്നേഹ ബഹുമാനമാണ് കാണേണ്ടത്. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ആളുകളുടെ മനസ്സിലെന്താ ഉണ്ടാകാന്നറിയാം. അതെ, നിങ്ങൾ ആ പറഞ്ഞ പരുവത്തിലൊന്നും അല്ല നമ്മളമ്മ വേറെ ലെവലാണ്. അതുകൊണ്ട് ആ ലെവലിലേ നിൽക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണെങ്കിലും ജന്മം തന്ന ഉമ്മന്നല്ലേ, വളർത്തിയ വാപ്പന്നല്ലേ, വേറെ ആരുമില്ലല്ലോ, അന്യരല്ലല്ലോ അവര്. വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകും. എല്ലാവരുടെയും ഒരു സ്വഭാവമാകൂല. ചിലപ്പോ കർശനമായ സ്വഭാവം, പരുക്കൻ സ്വഭാവം ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാകണം പ്രതികരിക്കേണ്ടത്. പറ്റുന്ന സ്വഭാവത്തിലാകണം നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടത്. അതിനാണ് കാര്യം കിട്ടുക, അതിനാണ് ബഹുമാനം കിട്ടുക. അതുകൊണ്ടല്ലേ സ്നേഹം കുറച്ച് കുറഞ്ഞിട്ട്, സ്നേഹവും ബഹുമാനവും കുറച്ചങ്ങോട്ട് കുറഞ്ഞപ്പോഴല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ച ആദ്യ പെണ്ണിനെ ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്നുള്ള ഒരു വാക്കിലൂടെ കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചുപോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുന്നാര പൂമുഖം കണ്ടിട്ട് ഒരു ചെറിയ റെസ്പെക്ട് ആ പെണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ, ഒരു ബഹുമാനെങ്കിലും. ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഒന്ന് ഇറങ്ങണില്ലേ, ഒന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊരു ചോദ്യെങ്കിലും. കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും മാത്രം വെച്ച് വിളമ്പി അതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ആകെ ഇടങ്ങേറ് പിടിച്ച ജീവിതാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ നിന്ന് ഒരു പേരക്കുട്ടി തൽക്കാലം വേണ്ട. കാരണം വരുന്ന പേരക്കുട്ടികളൊന്നും ഒരു മട്ടത്തിലാകൂല. ജുർഹും ഗോത്രക്കാരുമായി ഇടപഴകി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പെണ്ണിനെ ഉപേക്ഷിച്ച് രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്തിനാ ഉപേക്ഷിച്ചത് എന്നേക്കാരം നിങ്ങളെ ചോദ്യം. സൂഉൽ ഖുലുഖ്, ദുസ്വഭാവം. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, സ്വഭാവം മോശമായാൽ. എത്ര ഹൈ ലെവൽ ബിൽഡിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല, സ്വഭാവം മോശമായാൽ ഒരു തരി സമാധാനം ഉണ്ടാവില്ല. സ്വഭാവം മെച്ചപ്പെടണം. സ്വഭാവം മെച്ചപ്പെട്ടതാണോ, ഇരിക്കാക്കൂരയാണെങ്കിലും ശരി, അത് സ്വർഗ്ഗരിക്കും. ചെറിയൊരു ഷെഡിലാണ് ഒരു കുടുംബം കഴിയുന്നത്, പക്ഷെ മെച്ചപ്പെട്ട സ്വഭാവമാണ്. കോടിക്കണക്കിന് കൊടുത്താലും അത്തരത്തിലൊരു സ്വഭാവമുള്ളതിനെ കിട്ടൂലെങ്കിൽ ആ ഇരിക്കാക്കൂര, ആ ഷെഡ്, അതൊരു സ്വർഗ്ഗാണ്. ഈ ലോകത്തെ ഒരു സന്തോഷമുള്ള സ്വർഗ്ഗാണ്. രണ്ടാമത് കല്യാണം കഴിച്ച ആ പെൺകുട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടയാളങ്ങളെ കൊണ്ടും മറ്റും മനസ്സിലാക്കി ആദ്യ ഘട്ടത്തിൽ കണ്ടപ്പോഴേക്കന്നെ ആ പെൺകുട്ടി ചോദിച്ചു, അലാ തൻസിൽ ഇലൈന, വാഹനത്തുനിന്ന് ഇറങ്ങുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ, എന്തെങ്കിലുമൊക്കെ കുടിക്കാലോ. എത്ര സന്തോഷത്തോടെ ചോദിച്ചത്. വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയുണ്ട് ഭക്ഷണം രീതിയൊക്കെ എന്ന് ചോദിച്ചപ്പോ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം കിട്ടിയത്, ആ വീട്ടിലേക്ക് വന്ന് ഏറ്റവും സന്തോഷത്തോടെ കഴിച്ച ഭക്ഷണം തുആമുന അൽ-ലഹ്മ്, ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടാകാറുണ്ട്, മതിയായ വെള്ളം ഉണ്ടാകാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അന്നത്തെ ദുആ, അല്ലാഹുവേ അവരുടെ മാംസത്തിലും വെള്ളത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ. ഏതെങ്കിലും ഒരു കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ട് വിഷയത്തിൽ നിന്ന് മക്ക നഗരം ഒഴിവായിട്ടില്ല. എപ്പോഴും സുലഭമായ വെള്ളം, സുലഭമായി മാംസം വിൽക്കപ്പെടുന്നു അവിടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യകുൻ ലഹും യൗമഇദിൻ ഹബ്ബുൻ, അന്നവർ ധാന്യം ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. അതുകൂടി ഉണ്ടെങ്കിൽ അതിനും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരന്നിരുന്നു. എന്നിട്ട് പോകാൻ നേരത്തെ ഈ പെൺകുട്ടി, ഉപ്പ പോകല്ലേ, കുറച്ചു നേരം നിൽക്കിന്ന് പറഞ്ഞ് അകത്ത് ഒരു കപ്പിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പലകയോ ഒരു പാറക്കല്ലോ കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട്
പൊടിപടലങ്ങൾ പുരണ്ട താടിയും തലയും ഒക്കെ വെള്ളം കൊണ്ടൊന്ന് തൊട്ട് വൃത്തിയാക്കി തടവിക്കൊടുത്ത്, തൊട്ടാവുന്നു മുറിയാത്ത ബന്ധല്ലേ, തടവിക്കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ യാത്ര അയച്ചത്. അക്കുടുംബത്തിലാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് 10 മക്കൾ ജനിച്ചത്. നല്ല സന്തോഷമുള്ള കുട്ടികൾ. സ്നേഹവും സമാധാനവുമാണ്. വെറുപ്പിക്കാൻ പാടില്ല ഒരു നിലക്കും. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മൗനം കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിലോ ദാരിദ്ര്യത്തിലോ ഒന്നും വെറുപ്പിക്കാൻ പാടില്ല. വെറുപ്പിക്കാൻ ഇവിടെ കാരണമായി പറഞ്ഞത് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും ഉദാഹരണം പറയാണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാരണത്തിന് അക്ക ഉമ്മഹു അദ്നാ സ്വദീഖഹു അഖ്സാബാ, പാപ്പാനെ അകറ്റാനും ഉമ്മാനെ വെറുപ്പിക്കാനും കാരണം നടുവിൽ പറഞ്ഞതാണ് അദ്നാ സ്വദീഖഹു. എത്ര വ്യക്തമായ അടയാളമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു, വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി, പള്ളി മേത്തരം ബഹുമാനമുള്ളതാണ്. പള്ളികളിൽ അപശബ്ദങ്ങൾ, പള്ളികളിൽ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉയർന്നു വന്നാൽ ഭൗതിക സംസാരങ്ങൾ ഒരിക്കലും പള്ളിയിൽ വരരുത്, ഒരിക്കലും പള്ളിയിൽ ഉണ്ടാവരുത്. ഫോൺ വന്നാൽ അത് വിളിക്കാൻ വേണ്ടി പള്ളിയുടെ ചെരുവിലേക്ക് പോകണം. എന്തിനാ പള്ളിക്ക് വരാന്നുണ്ടാക്കിയത്? ആദ്യമായി പള്ളിക്ക് വരാന്നുണ്ടാക്കിയത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. മദീന പള്ളി വരാന്തുണ്ടാക്കിയിട്ട് മഹാനവർകൾ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു, സംസാരിക്കണമെങ്കിൽ, ആരെങ്കിലും അന്വേഷിക്കണമെങ്കിൽ, കളഞ്ഞുപോയ ഏതെങ്കിലും സാധനം വന്ന് വിളിച്ചു പറയണമെങ്കിൽ ഈ വരാന്തയിലേക്ക് ഇറങ്ങണം, പള്ളിന്ന് പറ്റൂല. കമ്മിറ്റി മീറ്റിംഗ് ഒന്നും പള്ളിയിൽ കൂടാൻ പറ്റൂല, അതൊക്കെ പുറത്തുനിന്ന്. അതിനാണ് വിശാലമായ മദ്രസ, അല്ലെങ്കിൽ നല്ല മുറ്റത്തൊരു പന്തലോ കെട്ടി ഉഷാറായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ ഡൈനിങ് ഹാളില് അവിടൊക്കെ ചേരാം. ഇത് മദ്രസ അല്ലേ? ആ വിശാലമായ മദ്രസന് എത്ര സ്ഥലമുണ്ട്. നാട്ടിൽ ജനറൽ അംഗങ്ങൾ മൊത്തം ഇരുന്നാലും സ്ഥലം ബാക്കിയായിരിക്കും. അത്രയും വിശാലത ഉണ്ട്. നല്ല സൗന്ദര്യമുള്ള വിശാലമായ കെട്ടിടമുണ്ട്. അപശബ്ദങ്ങൾ വല്ലതും വരാൻ സാധ്യതയുണ്ടായേക്കാവുന്ന ഒരു മീറ്റിംഗും നടക്കാൻ പാടില്ല. പള്ളിയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പലയിടത്തും ശബ്ദങ്ങൾ ഉയർന്നുപോയി, പള്ളിയിൽ ഭൗതിക സംസാരങ്ങൾ ഉയർന്നുപോയി. നഊദുബില്ലാഹ്. പലരോടും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലായി പോയി. ചോദിച്ചുമ്പോഴേക്ക് മറുചോദ്യം വരെയാണ്. അത്ര കണ്ട് ബഹുമാനിക്കേണ്ടതാണ് പള്ളി. പള്ളിയിൽ രണ്ടുപേര് ഉയർന്ന ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിരി നീക്കിയിട്ട് നോക്കി, ആരാണ് ഈ ശബ്ദിക്കുന്നത്? ഒന്ന് ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഇബ്നു ഹദ്റദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്തേ കഅബേ ഇങ്ങനെ ഒച്ചണ്ടാക്കുന്നത്? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഈ മനുഷ്യനിക്ക് കടം തരാനുണ്ട്, തരുന്നില്ല. ടൈമൊക്കെ കഴിഞ്ഞു പോയി, ഏത് തരാത്തതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി ശരിയാതാക്കുമ്പോ എന്റെ സൗണ്ട് കൂടി പോയതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചിട്ട് പറഞ്ഞു, കഅബേ, നിങ്ങൾ കടം കൊടുത്തു ശരിയാണ്, അവനൊരു പാവമല്ലേ, ഒന്ന് പകുതി നിങ്ങൾ വിട്ടുകൊടുക്കുമോ? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞത് കൊണ്ട് പകുതി ഞാൻ വിട്ടുകൊടുത്തു. ഇബ്നു ഹദ്റദിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് ബാക്കി പകുതി വീട്ടിയേക്കണം. ആ പ്രശ്നം രമ്യമായി പരിഹരിച്ച് തങ്ങൾ അവരെ പുറത്തിറക്കി വിട്ടു. പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നത് അത്രയും ഗൗരവത്തോടെ കണ്ടിരുന്നു. എത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും ഇത് കാണുന്നത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പറയാം, അതിന് പള്ളി വേണം. ദർസ് നടത്താനും പഠിപ്പിക്കാനും അതൊക്കെ ദീനിന്റെ ഉപകാരപ്രദമായതാണ്. ഭൗതിക വിഷയങ്ങൾ പറയാൻ അതിന് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങണം. പക്ഷേ ആ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സാദൽ ഖബീലത ഫാസിഖുഹും. അതെ, ഒരു പ്രദേശത്തിന്, ഒരു നാടിന് നേതൃത്വം വഹിക്കുന്നത് ഫാസിഖുഹും, അവരിലെ ഫാസിഖായി വന്നാൽ നേതൃത്വം വഹിക്കേണ്ടത് ആരാണ്?
ദീനിയായ നിലക്ക് ഇൽമും അമലും ഉള്ള ആളാണ് നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടത്. ഫാസിഖീങ്ങള് നേതാക്കളായി വരരുത്. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ജുമുഅക്ക് വരാത്ത, സാമ്പത്തിക ഭദ്രത മാത്രം ഉള്ള ആള് അവര് ദീനിന്റെ നേതൃസ്ഥാനത്ത് വരരുത്. നേതൃസ്ഥാനത്ത് വരേണ്ടത് ഇൽമും അമലും തഖ്വയും ഉള്ളവരാണ്. അങ്ങനെയാണ് അതിന് മുൻഗണന കൊടുക്കേണ്ടത്. പലയിടത്തും ഈ വിഷയം പേടിയിലാണ് പല ആളുകളും. സാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും. കുടുംബത്തിന്റെ തലവനോ അതേ ഏറ്റവും അധികം താഴ്ന്ന സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളായി മാറിയാൽ പലയിടത്തും അതും കാണാനുണ്ട്. ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര വെളിവായി സഹോദരങ്ങളെ. ലഹറത്തിൽ ഖൈനാതു, നൃത്തം വെക്കുന്ന പെൺകൊടികൾ പരസ്യമായി രംഗത്ത് വന്നാൽ. മുമ്പുണ്ടായിരുന്നോ നാട്ടില് കല്യാണത്തിനും, ഇവിടെ കല്യാണത്തിന് വേറെന്തൊരു പേരുണ്ടല്ലോ, മൈലാഞ്ചി എന്നല്ലേ. ആ മൈലാഞ്ചിക്കും സൽക്കാരത്തിനും ഇനി അതോടനുബന്ധിച്ചുള്ള വേറെ ഏതും സദ്യയോടായാലും നൃത്തം വെക്കുന്ന പെണ്ണുങ്ങൾ ഇത്ര പരസ്യമായിട്ട്. എന്തേ പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ കാരണം? പെണ്ണുങ്ങൾ ആ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ മുഴുകി. നിങ്ങൾ ഈ റോട്ടിൽ, മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ ഒന്ന് എണ്ണ എടുത്തിട്ടൊന്ന് ഫോട്ടോ പകർത്തി അതിന്റെ ഉള്ളിൽ നൃത്തം വെക്കുന്ന നർത്തകികളെ കാണാൻ പറ്റും. നല്ല തട്ടമിട്ട് നൃത്തം വെക്കുന്ന നർത്തകിമാരെ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി നോക്കി കൊട്ടിപ്പാട്ട് നടത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന നൃത്തം വെക്കുന്ന ആളുകളെ കാണാം പരസ്യമായിട്ട്. ഒരു പ്രശ്നവുമില്ല, ഒരു ഹയാ ഇല്ല. ഹയാഇന്റെ മറകളൊക്കെ നീങ്ങിപ്പോയി. ലഹറത്തിൽ ഖൈനാത്. പലരും അത് ആഗ്രഹിക്കാണ്. നൃത്തം വെച്ചുകൊണ്ട് എന്തെങ്കിലും സ്ഥാനമാനം ലോകത്ത് കിട്ടുകയാണെങ്കിൽ അത് എനിക്കാകണം. അതുകൊണ്ടാണ് പലരും അതങ്ങനെ സേവ് ചെയ്തിട്ട് അതങ്ങോട്ട് പരസ്യമായിട്ട് ലോകത്തേക്ക് വിടുകയാണ്. ഒന്ന് നോക്കി അഭിപ്രായം പറയുന്ന കമന്റ് എഴുതിയെന്നും പറഞ്ഞു. എങ്ങനെയുണ്ട് എന്നുള്ള മൊത്തത്തിൽ സമൂഹത്തോട് അഭിപ്രായം പറയാൻ വേണ്ടി. നൃത്തം വെക്കുന്ന നർത്തകിമാര് പരസ്യമായി രംഗത്ത് വന്നാൽ, വൽ മആസിഫു, സംഗീതോപകരണങ്ങളും പരസ്യമായി രംഗത്ത് വന്നാൽ, സംഗീത ശബ്ദങ്ങളും വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നതിൽ സഹോദരങ്ങളെ ലിമിറ്റുണ്ട്. ഇസ്ലാമിന് സന്തോഷിക്കാൻ ഒരു മുട്ടും കൊട്ടുമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ചെറിയ മക്കൾ നേരത്തെ മുട്ടിയത്? അത് സുന്നത്താണ്, വരവേൽപ്പിന് സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മുട്ട് കല്യാണത്തിൽ മുട്ടിച്ചിട്ടുണ്ട്. ദഫ് മുട്ട് എന്നാണ് അതിന്റെ പേര്. ദഫ് മുട്ട് ഉണ്ട്, അത് സുന്നത്താണ്. ആഘോഷങ്ങളിലും കല്യാണങ്ങളിലും ഒക്കെ അത് സുന്നത്താണ്. മദീനക്കാര് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത് റബീഉൽ അവ്വൽ 12 മാത്രമല്ല, റമളാനിൽ 17 ശേഷവും വരവേറ്റത് ത്വലാൽ ബദർ പാടിയിട്ടാണ്, ദഫ് മുട്ടിയിട്ടാണ് സന്തോഷത്തോടെ വരവേറ്റത്. അന്നത്തെ വലിയ വലിയ ഗോത്രത്തലവന്മാരുടെയും മറ്റുമൊക്കെ വീടുകളിൽ കല്യാണം നടക്കുമ്പോ ആൺവീട്ടിലും പെൺവീട്ടിലും ദഫ് മുട്ട് നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് കട്ടിലിൽ പോയി ഇരുന്നിട്ട് ദഫ് മുട്ടുന്നത് തങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. കുട്ടികൾ ദഫ് മുട്ടുന്നു, പാട്ട് പാടുന്നു. കട്ടിലിൽ ഇപ്പുറത്തിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്നു. അത് സുന്നത്താണ്. ഇസ്ലാം ഓരോന്നിനും ഒരു പരിധിയും ഒരു ലിമിറ്റും വെച്ചിട്ടുണ്ട്. അതിലപ്പുറം പോകുമ്പോ ഇപ്പറഞ്ഞ രൂപത്തിലായി അത്. സംഗീതോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? അതിന് ഒറ്റപ്പേര് പറഞ്ഞാൽ വേഗം പറഞ്ഞാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവും. എന്ത് സെറ്റ് എന്നാ പറയാ? എന്ത് സൗണ്ട് എന്നാ പറയാ? ആ DJ. എനിക്കത് വലിയ ഓർമ്മല്ലതാ. DJ. പിന്നെ അവിടെ അന്ന് രാവിലെ വരെ കാതിലേക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ എന്തെങ്കിലും ചെപ്പിത്തോണ്ടി എടുത്തുകൊണ്ട് മാന്തേണ്ടി വരും. കാത് അടഞ്ഞു, 2 കാതും അടഞ്ഞു, പിന്നെ കേൾക്കൂലല്ലോ സുബഹി വരെ. പരിസരത്തെ ഏതെങ്കിലും പ്രായമുള്ള ആൾക്കാർ ഉറങ്ങോ? ഉറങ്ങൂല.
ഉറങ്ങാൻ പാടില്ല. അന്ന് രാത്രി ഓലൊക്കെ ഇത്തിക്കാഫില്ല. ആരും ഉറങ്ങാൻ പാടില്ല. കുട്ടികൾ ഉറങ്ങാൻ പാടില്ല. ചെറിയ മുലയൂട്ടുന്ന കുട്ടികൾ ഉറങ്ങാൻ പാടില്ല. ആ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മ ഉറങ്ങാൻ പാടില്ല. രാവിലെ മുതലേ വീട്ടിലും മറ്റും പല ജോലി എടുത്ത് ക്ഷീണിച്ച പലരും ഒന്നും ഉറങ്ങാൻ പാടില്ല. ആരും ഉറക്കം ബുദ്ധിമുട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല. ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ഒരാളെ പള്ളിയിൽ നിന്ന് വരെ നോക്ക് നിങ്ങൾ, പള്ളിയിൽ നിന്ന് വരെ ഉറങ്ങുന്ന ഒരാള് പള്ളിയിൽ ഉറങ്ങുകയാണ്. ഒരാൾ ഇപ്പുറത്ത് ഖുർആൻ ഓതുകയാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശമില്ല ഖുർആൻ ഓതുന്ന ആൾ മിതമായ ശബ്ദത്തിൽ ഓതണം. ആ ഉറങ്ങുന്ന ആൾക്ക് ശല്യാകരുത്. അയാളൊരു ഉറക്കം വന്നപ്പോൾ ഉറങ്ങിയതാണ് അവിടെ പള്ളിയിൽ. പള്ളി ഉറങ്ങാൻ പാടില്ല എന്നല്ലോ. ഒരു കൈലൂലത്തൊക്കെ ഉദ്ദേശം ഉറങ്ങി. ഇപ്പുറത്ത് മറ്റേക്ക് ഖുർആൻ ഓതണം, സൗണ്ട് കൂടാൻ പാടില്ല. എന്തൊരു നിർദ്ദേശമാണത്! എത്രമാത്രം ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളെ അയാൾക്ക് പുരേ പോയി ഇറങ്ങിക്കൂടെ അല്ലേ? അയാൾക്ക് അവിടെ പോയി ഇറങ്ങിക്കൂടെ? ഇവിടെ തന്നെ ഉറങ്ങണോ? ഉറങ്ങണ ആക്കൊരു നിയമല്ലേ? ഉറങ്ങണ ആളെടുത്ത് വെച്ചല്ലേ ഞാൻ ഓതുന്നത്. അപ്പൊ ഞാൻ അതിന് സൗണ്ട് കുറക്കണം. എന്റെ ഓത്തൊക്കെ ഒന്ന് മിതമായ സൗണ്ടിലാക്കണം. എന്റെ ഓത്ത് കാരണം, ഓത്ത് എന്നുള്ള വലിയൊരു ഇബാദത്തല്ല, ഖുർആനോത്ത് കാരണം, ഞാൻ ഹദീസ് ഓതുന്ന കാരണം ആ ഉറങ്ങുന്ന ആൾക്ക് അത് ശല്യാക്കാൻ പാടില്ല. അപ്പുറത്ത് നിസ്കരിക്കുന്ന ഒരാളുണ്ട്, ആ നിസ്കരിക്കുന്ന ആൾക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറാകാൻ പാടില്ല. മിതമായ ശബ്ദത്തിലാണ് ഞാൻ ഓതേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളോടല്ലേ? അതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട ഒന്നാണ്. സംഗീതോപകരണങ്ങളും മറ്റുമൊക്കെ കുറക്കണം. അല്ലാഹു തആലാന്റെ അദാബ് വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ ലിമിറ്റ് വിട്ട്, പരിധി വിട്ട് അപ്പുറം പോയി കഴിഞ്ഞു. ശുരിബത്തുൽ ഖുമൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് തന്നെ അങ്ങനെയാണ്. ശുരിബത്തുൽ ഖുമൂർ, മദ്യപാനം മോന്തപ്പെട്ട് കഴിഞ്ഞാൽ ആര് കുടിക്കുന്നു എന്ന് പറയാതെയാണ് തങ്ങളെ പ്രയോഗം. ആ പ്രയോഗത്തിന് നല്ലൊരു സൗന്ദര്യമുണ്ട്. ആര് കുടിക്കുന്നു നോക്കണ്ട, കുടി അത്രയും അധികരിച്ചിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. ശുരിബത്തുൽ ഖുമൂർ, ഖംറുകൾ കുടിക്കപ്പെട്ടു, ഖംറ് മോന്തപ്പെട്ടു. കുടിക്കുന്നത് ആര് എന്ന് പറയാതെ ഖംറ് ഇത്രയും മോന്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുടി അങ്ങനെ സുലഭമായിട്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്, അതൊരു പ്രശ്നമാക്കാത്ത രൂപത്തിലുണ്ട്. പലയിടത്തുനിന്ന് യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു യാത്രയാണ് വിമാനയാത്ര. എന്താ വിമാനയാത്ര സുഖല്ല, എന്താ പേടിക്കാന്? അത് വിമാനയാത്രയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വരും. അപ്പൊ എത്ര ആളാ അത് വാങ്ങി ഒന്ന് റാഹത്തിന് കുടിക്കാൻ വേണ്ടി ഒരുങ്ങണത്. മുമ്പൊരിക്കൽ എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദെ ഇതൊന്നല്ല, ഇതിനേക്കാളും വലിയ രസമുണ്ട്. എനിക്ക് കഴിഞ്ഞ യാത്രയിൽ ഒരു ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയപ്പോ ഞാൻ വലിയ സന്തോഷിച്ചു. അദ്ദേഹം പറയാ സന്തോഷിച്ചു. ആ ചെറുപ്പക്കാരൻ വന്ന ഉടനെ തന്നെ ഇശാമാരിബിന്റെ ഇടയിൽ തബാറക്കും ഇദാവക്കാത്തൊക്കെ ഓതി. നല്ല സ്വഭാവമാണല്ലോ. തബാറക്കും ഇദാവക്കാത്തൊക്കെ ഓതുന്ന ചെറുപ്പക്കാരനെ കിട്ടിയെന്നുള്ള എനിക്ക് സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവന്റെ ബാഗ് തുറന്നൊരു സാധനം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ നീയല്ലേ നേരത്തെ തബാറക്ക് ഇദാവക്കാത്തൊക്കെ ഓതിയത്? ഇപ്പൊ എന്താ അത് പരിപാടി? ഇത് പറ്റുമോ? അപ്പൊ ഓൻ പറഞ്ഞ അഭിപ്രായം എന്താ ഉസ്താദെ? ഓൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ വല്ലാതെ അന്തം വിട്ടുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ ഖുർആനില് ആ ഖംറ്, ഹദീസിൽ ആ ഖംറ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേറെ, ഇതല്ല, ഇത് ബീർ, അതിന് പ്രശ്നമല്ല. കൂടവൻ ആയത്ത് ഓതി കുലു വശ്റബൂ എന്നല്ലേ അല്ലാഹു പറഞ്ഞു. അല്ലാഹു തആല കുലു വശ്റബൂ എന്ന് മാത്രമല്ല പറഞ്ഞത്, കുലു വശ്റബൂ വലാ തുസ്രിഫൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരും ഓതല്ല. കുലു വശ്റബൂ എല്ലാരും ഓതും. കുലു നിങ്ങൾ ഭക്ഷിച്ചോളൂ, വശ്റബൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ എന്നുണ്ട് അതിനപ്പുറത്ത്. പറ്റാത്തതാകരുത്. ഒരു തഫ്സീർ അങ്ങനെ, വലാ തുസ്രിഫൂ, അക്കടിക്കുന്നതും കുടിക്കുന്നതും അന്യമാകരുത്, ഹറാമായതാകരുത്, പരിധി വിട്ടാകരുത്. ഇങ്ങനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. കുലു വശ്റബൂ എന്ന് മാത്രം ഓതിയാ പോരാ, കുലു വശ്റബൂ വലാ തുസ്രിഫൂ, പറ്റുന്നതേ ആകാവൂ, കുടിക്കുന്നതും കഴിക്കുന്നതൊക്കെ. എന്നിട്ട് അയാളങ്ങനെ കുടിച്ചു, ബോധവും കെട്ട് അങ്ങനെ ആ സുഖത്തിൽ അങ്ങനെ കഴിയാണ്. അപ്പൊ അത്രയും വിഷയമല്ലാത്ത രൂപത്തിൽ പരന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവരെ ഉപദേശിച്ച് നമ്മൾ നന്നാക്കണം. ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം.
അവരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം. ഘട്ടം ഘട്ടമായിട്ട് മാറ്റണം. മയക്കുമരുന്നിന് അടിമപ്പെട്ടവര് അങ്ങനെ ഏതെങ്കിലും സംഭവത്തിൽ പോയി കുടുങ്ങിയിട്ട് അതൊരു ട്രെൻഡായി സുഖമായി മാറിയിട്ട് അങ്ങനെ നിന്ന ആളുകൾ അവരെ ശപിക്കാതെ ആക്ഷേപിക്കാതെ പിടിച്ച് നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് മാറ്റണം. നമ്മളെ സുഹൃത്തുക്കളാണ് അവര്, വൈകല്യങ്ങൾ സംഭവിച്ചവരാണ്, തള്ളി മാറ്റരുത്. കഴിവിന്റെ പരമാവധി നന്മയിലേക്ക് കൊണ്ടുവരണം. ഇനിയും അവർ ആ വിഷയത്തിൽ തുടരാതെ മാറി നിൽക്കണം. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. മദ്യപാനത്തെക്കാളും കൂടുതൽ മയക്കുമരുന്ന്, ലഹരി, അതിന്റെ ഉപയോഗം അത്രയും വർദ്ധിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ അവസാനം വരുന്ന ആളുകൾ മദ്യം ഹലാലാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോ അന്ന് നമ്മുടെ നേതാക്കളായ സ്വഹാബ ചോദിച്ചു, നബിയേ എങ്ങനെ അവര് ഹലാലാക്കും? മഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന. അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ലേ? മദ്യവും ചൂതാട്ടവും മസ്തും മയക്കുമരുന്നുമൊക്കെ എന്തിനാണത്? അത് വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് അയ്യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ശത്രുതയും പകയും വിദ്വേഷവും കലഹവും ഉണ്ടാക്കാനാണ് പിശാച് ജനങ്ങളിൽ അത് കുത്തിവെക്കുന്നത്. ദിക്റിന് മനസ്സ് വരില്ല, നിസ്കാരത്തിന് ചിന്ത വരൂല, ആ വിഷയത്തിൽ നിന്നൊക്കെ ആളുകൾ മാറിപ്പോകും. ഇതൊക്കെ അല്ലാഹു വിശദീകരിച്ചിട്ടും എങ്ങനെ ജനങ്ങൾ അത് ഹലാലാക്കുമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനം എത്ര കറക്റ്റ് ആണ്. സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവരതിന് പേര് മാറ്റി പറയും, വേറെ പേര് വെക്കും. ഇത് നിങ്ങൾ ആ ഖുർആനിൽ പറഞ്ഞ ഖംറല്ല, ഇത് ബീറാണ്, ഇത് വിസ്കിയാണ്, ഇത് ആൽക്കഹോളാണ്. ഇത് നിങ്ങൾ ആ പറഞ്ഞ ഖംറല്ല, അത് വേറെ, ഇത് വേറെ. സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. വേറെ പല പേരും പറഞ്ഞിട്ട് അവരത് കുടിക്കും. സ്വദഖത സ്വദഖത യാ റസൂലല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യം, എത്ര വ്യക്തമായി പുലർന്നു. ആളുകളൊക്കെ പലയിടത്തും വെച്ച് വിളമ്പുന്നത്, പല ആഘോഷങ്ങളുടെയും ഭാഗമായിട്ട് വിളമ്പുന്നത് ഒരു വിഷയാകാത്ത രൂപത്തിൽ. നാളെ ഒന്നാമതല്ലേ, അല്ലെ ഇന്ന ഒന്നാമതി, നാളെ ഇന്നിങ്ങനെ 12 മണിയൊക്കെ ആകാന്ന് പറഞ്ഞ പേടി തന്നെയാണ്. ആയില്ലല്ലോ, ആയില്ല, പേടിയാണ്. പലരും 12 മണിയാകുമ്പോ ഹലാലാക്കണം. അന്ന് നാളെ ഒന്നായതുകൊണ്ട് പറ്റും. അല്ലാഹു അല്ലാഹ്. നാളെ കല്യാണം ആയതുകൊണ്ടൊന്ന് പറ്റും എന്നൊക്കെ ചില ആൾക്കാർ പറയും പോലെ, നാളെ സൽക്കാരാവുമ്പോ കുറച്ചൊക്കെ പറ്റും പറയും പോലെ. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ ഓരോ രൂപഭാവങ്ങൾ അങ്ങോട്ട് വെച്ച് വിളമ്പി ന്യായം പറയാൻ ആൾക്കാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുടുങ്ങരുത്. നമ്മുടെ കുടുങ്ങിയ കൂട്ടുകാർ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. ഒരൊറ്റ തവണ നീ എങ്ങാനും നുണഞ്ഞിട്ട് തൗബയില്ലാതെ നീ മരിച്ചുപോയാൽ നിനക്ക് കുടിക്കേണ്ടി വരുന്ന ഏറ്റവും വൃത്തികെട്ട ജലം മിൻ തീനത്തിൽ ഖബാൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. അത് അല്ലാഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞ വിഷയമാണ്. സ്വഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. തീനത്തുൽ ഖബാലി എന്താണ് നബിയേ? തങ്ങൾ പറഞ്ഞു, സ്വദീദു അഹ്ലി ജഹന്നം. നരകക്കാരുടെ കക്ഷഭാഗത്തിനൊന്നും ഗുഹ്യഭാഗത്തിനൊന്നും മറ്റുമൊക്കെ ചൂടോടെ ചീഞ്ഞൊലിച്ചു ഒഴുകുന്ന ചീഞ്ചലമില്ലേ? ചൂടുള്ള ചീഞ്ചലം, അതാണ് കുടിക്കാൻ കൊടുക്കുന്നത്. സഹോദരാ, എപ്പോഴെങ്കിലും അങ്ങനെ നുണഞ്ഞു പോയെങ്കിൽ, നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ഇനി ഒരു നിലക്കും ആ വിഷയത്തിലേക്ക് പോകൂല എന്ന് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ ഉമ്മത്തിന്റെ അവസാനം വരുന്ന കക്ഷികൾ ആദ്യ വിഭാഗത്തെ ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന ഒരവസ്ഥ വന്നാൽ, പൂർവീകർക്ക് പലതും മനസ്സിലായില്ല എന്നല്ലേ ചിലര് പറയുന്നത്. സ്വഹാബത്തിന് മനസ്സിലായില്ല, താബിയുകൾക്ക് മനസ്സിലായില്ല, തബഉ താബിയുകൾക്ക് മനസ്സിലായില്ല. നഊദു ബില്ലാഹ്. അങ്ങനെ എങ്ങാനും പറയാൻ പറ്റോ? അങ്ങനെ പറഞ്ഞു പോയില്ലേ, അങ്ങനെ എഴുതിപ്പോയില്ലേ, അവരെ ആക്ഷേപിച്ചില്ലേ, മൊത്തമായി പലതും തള്ളിയില്ലേ?
ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിന്റെ അവസാനം വരുന്ന കക്ഷികൾ ലഅനത്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു. അൽ അവ്വലഹാ, അതിന്റെ ആദ്യ വിഭാഗത്തെ, അതിന് തുടക്കം കുറിച്ച ആളുകൾ ഖവാരിജുകളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ആ ഖവാരിജുകൾ ആദ്യമായി എതിർത്തതാരെയാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ. പിന്നെ വന്നു റാഫിളത്ത് എന്ന വിഭാഗം, പിന്നെ വന്നു മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം, പിന്നെ ലോകത്ത് വ്യാപിച്ചു ഷിഈയ്യത്ത് എന്ന് പറയുന്ന വിഭാഗം. അതിലേക്ക് അങ്ങ് ചേർത്തി വെച്ചോളൂ ബാക്കി വിഭാഗങ്ങളും. എല്ലാവരും ഒരേ തിയറിയിൽ ഒന്നാണ്. പൂർവീകരെ തരം താഴ്ത്തുന്നതിലും ആക്ഷേപിക്കുന്നതിലും അവർ ദീനിൽ തെളിവല്ല എന്ന് പറയുന്നതിലും ഇവരെല്ലാവരും ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ശരിക്ക് കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ലോകത്ത് നടന്നു കഴിഞ്ഞാൽ ഫർതഖിബു ഇൻദദാലിക റീഹൻ ഹംറാ, ചുവന്ന കാറ്റ് നിങ്ങൾ കാത്തിരുന്നോളണം. വസൽസലതൻ, ഭൂചലനങ്ങൾ പല ഭാഗത്തും സംഭവിക്കും. വഖസ്ഫൻ വമസ്ഖാ, ഭൂമി വിഴുങ്ങലും കോലം മറിയലും. വഖദ്ഫൻ, കൽമഴ വർഷിക്കലും. വആയാത്തിൻ തതാബു കനിളാമിൻ ഖുതിയ സിൽകുഹു ഫതതാബഅ, ഒരു മാലയിൽ നിന്ന് നൂലറ്റിട്ട് മണികൾ വീണുപോകും പോലെ തുടരെ തുടരെ വരുന്ന ദൃഷ്ടാന്തങ്ങൾ പലതും നിങ്ങൾ കാത്തിരുന്നോളണം. ലോകത്ത് ഭൂചലനങ്ങൾ നടക്കുന്നുണ്ട്, വർഷാവർഷം നടക്കുന്നുണ്ട്, കൽമഴ വർഷിച്ചിട്ടുണ്ട്, കളർ മഴ വർഷിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭൂമി ചലനങ്ങൾ, ഭൂമി വിഴുങ്ങലുകൾ, കോലം മറിയലുകൾ ഇതെല്ലാം സംഭവിക്കുന്നു. എന്തേ സംഭവിക്കാനുള്ള കാരണം? ഈ അടയാളങ്ങളൊക്കെ ഈ ഉമ്മത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നാശത്തിലേക്ക് അതൊരു സൂചനയാണ്. പലപ്പോഴും പലയിടത്തും അങ്ങനെ വാണിങ്ങുകൾ തരുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ നന്നാകണം എന്നാണ്, നമ്മൾ മാറണം എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നീണ്ട ഒരു ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, വയുൽഖാ ബൈനന്നാസി അത്തനാകുർ, ജനങ്ങൾക്കിടയിൽ പരിചയക്കുറവ് സംഭവിക്കും. ആളുകൾക്ക് പലരെയും അറിയുന്നില്ല. ഓരോരുത്തരും ചോദിക്കണം, ഇതാരാണ്. പെട്ടെന്ന് ആളുകൾ ഓരോരുത്തരെയും മറന്നു പോകാണ്. എന്താ അങ്ങനെ മറന്നു പോകാൻ കാരണം അറിയോ? പാരസ്പര്യം, പരസ്പര സഹകരണം, പരസ്പര സഹവർത്തിത്വം അതൊക്കെ ആളുകളിൽ കുറഞ്ഞു. സ്വന്തം കാര്യം, സ്വന്തം ജീവിതം എന്നൊരു ലെവലിലേക്ക് മാത്രം ആളുകൾ പലപ്പോഴും ഉയർന്നുപോയി. അമേരിക്കയിൽ പോയാൽ ഫുള്ളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് അപ്പറയിൽ ആരാന്നറിയില്ല, ഒരു നിലക്കും അറിയില്ല. അവിടെ മരിച്ചാലും അറിയില്ല, ജീവിച്ചാലും അറിയില്ല, ജനിച്ചാലും അറിയില്ല. അവിടെ ആരാ? മരിച്ചോ അറിയില്ല, ജീവിച്ചോ, പുതിയ കുട്ടി ജനിച്ചോ അതും അറിയില്ല. നമ്മളെ നാട്ടിലും അപരിചിതം എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ കൂടി വരികയാണ്. പലർക്കും പല അറിയില്ല. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഒരു നാട്ടില് എല്ലാവരെയും അറിയും ഒരാൾക്ക്, ഓരോരുത്തർക്കും അറിയായിരുന്നു. പരസ്പര സഹകരണം കുറയുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് തങ്ങൾ അത് പറഞ്ഞത്. ജനങ്ങളുടെ ബന്ധങ്ങളൊക്കെ, ദീനിയായ ബന്ധങ്ങളൊക്കെ പരസ്പരം കുറഞ്ഞു പോയിട്ട് അപരിചിതത്വം നിലനിന്നു പോയി. അതിപ്പോ ശരിയായ നിലക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും കയ്യിൽ ഉപകരണം വന്നപ്പോ ഉള്ള ബന്ധം കൂടി കുറഞ്ഞു. ബന്ധം കൂടാ വേണ്ടത്. ഉപകരണം വന്നാ ബന്ധം കൂടാ സുഖാണല്ലോ. ഒന്ന് വിളിച്ച് സലാം പറയാനും വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നല്ല സുഖല്ലേ. പക്ഷെ അതിന് ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. സംഗതി നല്ലൊരു സുഖാണ്. കുടുംബക്കാരൊരു 10 കുടുംബക്കാരെ നമുക്കുണ്ടെങ്കിൽ 10 ആളോടും ഒരു മണിക്കൂറിൽ തന്നെ ബന്ധം പുലർത്താൻ കഴിയും. ഒരു സലാം പറഞ്ഞിട്ടെങ്കിൽ ഒരു ബന്ധം നിലനിർത്തണം എന്നല്ലേ. പക്ഷെ അതും കുറഞ്ഞുപോയി. പരിചയക്കുറവ് സംഭവിക്കാണ്. പലർക്കും പലരെയും അറിയാത്ത രൂപം വരികയാണ്. നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു. ഒരു അടയാളം വെച്ച് പറഞ്ഞപ്പോ അതും വളരെ യാഥാർത്ഥ്യമായി, വളരെ സത്യസന്ധമായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ രൂപത്തിലുള്ള അടയാളങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. തങ്ങൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ നോക്ക്, എത്ര ഹറാമായ കാര്യങ്ങൾ, എത്ര വിഷയങ്ങൾ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങളും സ്വന്തമായി ജീവിതത്തിലേക്ക് തുന്നിച്ചേർത്ത് ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുകയും ഹലാലായ പല കാര്യങ്ങളും
ഹറാമാക്കുകയും ചെയ്യുന്ന രൂപഭാവങ്ങൾ അതും ജനങ്ങൾക്കിടയിൽ വെളിവായി കഴിഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആനിന്റെ വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനും അതിന്റെ വിശദീകരണവും മുന്നിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ, ഹലാലായി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാര് സ്വഹാബത്തിൽ നിന്നും താബിഈങ്ങളിൽ നിന്നും മനസ്സിലാക്കി പകർത്തി തരുന്നത്, ഫാഹില്ലുഹു, നിങ്ങളത് ഹലാലായി സ്വീകരിക്കണം. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ, അതിൽ ഹറാമായ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഫഹർരിമൂഹു, അതിനെ ഹറാമായി സ്വീകരിക്കണം. വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയ വിഷയം, കമാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ നോക്ക്, ഖുർആനിൽ വ്യക്തമായി ഹറാമാക്കിയ സംഗതികളോടനുബന്ധിച്ച് തങ്ങൾ വിശദീകരിച്ചൊരു ഹറാമാണ് സുബ്ഹാനല്ലാഹ് റിശ്വത്ത് എന്ന് പറയുന്നത്. അതും പരസ്യമായി ജനങ്ങൾക്കിടയിൽ വിഷയമല്ലാത്ത രൂപത്തിൽ പൊങ്ങിപ്പോയി. റിശ്വത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ് അർത്ഥം. ന്യായമായും നമുക്ക് ലഭിക്കേണ്ടതില്ലാത്ത ഒരു സംഗതി അങ്ങനെ ആയി കിട്ടാൻ വേണ്ടി നൽകുന്ന കൂലി, അല്ലെങ്കിൽ കൂലി നൽകേണ്ടതില്ലാത്ത ഒരു വിഷയത്തിന് കൂലി ഒപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേല, ഒരു ന്യായമായ ഒരു വിഷയം നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് അവകാശമാക്കി എടുക്കണം. വേറൊരാൾക്ക് അവകാശപ്പെട്ടത് അയാൾക്ക് അവകാശമില്ലാതെയാക്കി എടുക്കണം. ഇങ്ങനെ സ്വന്തത്തിലേക്കും മറ്റുള്ളതൊന്ന് തിരുത്താനും നിയമപരമായിട്ട് എതിർപ്പുള്ള സംഗതി നടപ്പിലായി വരാൻ കൊടുക്കുന്ന കൂലിയാണ് കൈക്കൂലി. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ പഠിച്ച് എത്രയോ കാലം പഠിച്ച് റെഡിയായി, ആ പഠിച്ച് പരീക്ഷ എഴുതി കിട്ടേണ്ട ഒരു സ്ഥാനമാണ് ഡോക്ടറേറ്റ് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. അങ്ങനത്തെ ഡോക്ടറേറ്റ് ഉണ്ട്. അല്ലാതെ ചില ഡോക്ടറേറ്റ് ഉണ്ട്, അത് വേറെയാണ്. അത് ബഹുമാനത്തിന് പല രൂപത്തിലും കൊടുക്കുന്നതാണ്. ഇതങ്ങനെയല്ല. ജനങ്ങളെ ചികിത്സിക്കാനും പരിശോധിക്കാനും ഒരു ഡോക്ടറേറ്റ് വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ പഠിക്കാനൊന്നും ആകൂല, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടണം, മേൽവിലാസവും കിട്ടണം. അതിന് ചോദിക്കുന്ന കൂലി അത്രയും കൊടുക്കുന്നത്, അവിഹിതമായ രൂപത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, അത് കൈക്കൂലിയാണ്. ഞാനൊരു മുതലാളിയാണ്, പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് നല്ലൊരു ഫണ്ട് വരാനുണ്ട്. അതിന് ഞാൻ ഫക്കീറായി മാറണം. എന്നെ ഫക്കീറാക്കിയിട്ടൊരു സർട്ടിഫിക്കറ്റ് മറ്റയാള് തരണം. മുതലാളിയായി എന്നെ ഫക്കീറാക്കിയിട്ടൊരു സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി ആൾക്ക് കൊടുക്കുന്ന കൂലി, ആ കൂലിന്റെ പേരും കൈക്കൂലിയാണ്. ഇപ്പൊ മുതലാളി എന്ന് പറഞ്ഞാല് ആ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് ഇങ്ങോട്ട് വരൂല, കാരണം അത് ഇത്രയും വരുമാനമുള്ളവർക്കാണ്. അപ്പൊ ഞാൻ ആരായി മാറണം? ഞാനൊരു ഫക്കീറായി മാറണം. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. കൂടുതൽ അരി കിട്ടാനുള്ള ഒരു കാർഡ് കിട്ടണം എനിക്ക്. നിയമപരമായിട്ട് നോക്കുമ്പോ കൂടുതൽ അരി വാങ്ങാൻ ചാൻസ് ഇല്ല. കുറഞ്ഞ അരി കിട്ടുന്ന കാർഡ് ഏതാ? വെള്ള. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരേ കാർഡാണ്. കൂടുതലൊരു ഭാഗത്ത് ഇവിടെ വെള്ളല്ലേ, വെള്ള. ഇയാൾക്ക് വെള്ള അർഹത ഉള്ളൂ. നിയമപരമായിട്ട് അതേ കിട്ടേണ്ടേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് മിസ്കീനാകണം, ഫക്കീറാണ്. അതിനെ ചേർക്കാൻ വന്ന ആൾക്ക് 1000, 2000, 5000 ഇന്നൊന്ന് ഫക്കീറാക്കി തരും, കൈക്കൂലിയാണ്. 1 രൂപ 50 പൈസ 25 പൈസ 5 പൈസ കൊടുത്താലും ശരി കൂലിയാണ്, ഹറാമാണ്. അതൊരു വിഷയമില്ലാത്ത രൂപത്തിലല്ലേ ഒഴുകുന്നത്. അതൊരു വിഷയമില്ലാത്ത രൂപത്തിലല്ലേ അപ്പുറത്ത് സ്വീകരിക്കുന്ന ആള് സ്വീകരിക്കുന്നത്, കൊടുക്കുന്ന ആള് കൊടുക്കുന്നത്. ഇതാരാ ഹറാമാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയതൊക്കെ ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കിയത്. അതേ, അല്ലാഹു തആല ഹറാമാക്കിയതാണ്. അല്ലാഹ് ഹറാമാക്കിയതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹറാമാക്കിയതാണ്. ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞത് തള്ളിക്കളയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കൂല, ഹത്താ യബ്നന്നാസു ബുയൂതൻ യൂശൂനഹാ, ജനങ്ങൾ നിർമ്മിക്കുന്ന കൊട്ടാരങ്ങൾ. നിങ്ങൾ നോക്ക്, വീടിനെ സംബന്ധിച്ചും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിധിയിൽ കവിഞ്ഞ രൂപത്തിലുള്ള വീട് നിർമ്മാണം അതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മതിയാകുന്ന കുടുംബത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അതിലപ്പുറമാണ് നിർമ്മാണങ്ങൾ. മതിയാകുന്ന വീട്ടിൽ എത്രയാ ആളുകൾ, കുടുംബക്കാര് മൊത്തം വന്നാലും തികയാവുന്നതിലപ്പുറമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പാകത്തിനാണ് ഒരുക്കേണ്ടത്. വീട്ടിലുള്ള അംഗങ്ങൾക്ക്, പുതുതായിട്ട് ആരെങ്കിലും അവിടെ വരുന്നവർക്കും മതിയാകുന്ന രൂപത്തിൽ നാട്ടുകാരെ മൊത്തം ഒരു വീട്ടിലേക്ക് സൽക്കരിക്കാനും കിടത്തി ഉറക്കാനും സ്വീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെയാകുമ്പോ നമ്മളെ നാട് ഒരാളെ വീടിന് തന്നെ മതിയാകൂല. അത്രയും വലിയ കൊട്ടാരങ്ങൾ ഓരോരുത്തരും നിർമ്മിക്കും. അതേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഹത്താ തുനജ്ജിദു ബുയൂതകും കമാ തുനജ്ജദുൽ കഅബ, കഅബക്ക് സൗന്ദര്യം കൂട്ടുന്നത് പോലെ, കഅബക്ക് ഭംഗി കൂട്ടുന്നത് പോലെ നിങ്ങളെ വീടുകൾക്കും നിങ്ങൾ ഭംഗി കൂട്ടും. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഅൻതുമുൽ യൗമ ഖൈറും മിൻ യൗമഇദിൻ, ആ ദിവസത്തിൽ അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും നിങ്ങളാണ് ഏറ്റവും ഖൈറ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഷയം യാഥാർത്ഥ്യമായിട്ട് എല്ലാ ദിവസവും ബോധ്യപ്പെടുകയാണ്. വീട് നിർമ്മിക്കുന്ന എല്ലാവരും അവരവരെ കുടുംബത്തിന് പാകത്തിലുള്ളത്, അവിടെ ഒരു മോഡൽ ഉണ്ട്, ആ മോഡൽ തന്നെ എനിക്ക് നിർമ്മിക്കണം എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് പാകത്തൊരു വീട്, അത്രയേ ഉള്ളൂ. അതിന് സൗകര്യത്വം, അതിനേക്കാളും വലുപ്പുണ്ടാകും പള്ളി. കാരണം പള്ളി ഒരു സാധാരണ രൂപത്തിലുള്ളതല്ലോ. പള്ളിയിൽ അത്രയും തോന ആളുകൾ ഒരേ സമയത്ത് സംഘടിക്കേണ്ടതാണ്. അതിന് കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യമൊക്കെ വീടിനേക്കാളും അധികം വേണം. അത് സാധാരണ രൂപത്തിൽ തന്നെ ഉള്ളതാണ് വേണം എന്നുള്ള നിർദ്ദേശം. വീടുകളൊക്കെ പാകത്തിനാകും. അമിതമായിട്ടുള്ള ഒരു സംഗതി ചില വീടുകളിലൊക്കെ കാണാം. വീടിന്റെ 4 ഭാഗത്തും, എന്താ അതിന് പറയാ, 4 ഭാഗത്തും കാറ്റ് കൊള്ളാനിരിക്കുന്ന സ്ഥലം. പാകത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഒരു സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ വീടിന്റെ അടുക്കള ഭാഗത്ത് മേൽഭാഗത്ത് അവിടെ ഇരുന്നിട്ട് ഒന്ന് കാറ്റുകൊണ്ട് സംസാരിക്കാനൊരു സ്ഥലം, ഒരു മറയാണ്. എല്ലാവരും റോട്ടിക്കൊന്നും കാണൂല. മുന്നിൽ പോകും വരാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇരിക്കാനും വന്ന ആൾക്കാർക്ക് കാറ്റുള്ളതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടല്ലോ. ഇത് 4 മേഖല, ഒന്ന് ഇവിടെ, ഒന്ന് അവിടെയും, ഒന്ന് അപ്പുറത്തും, ഒന്നിപ്പുറത്തും. ഏറെയാണോന്ന് ചോദിച്ചാൽ ഏറെ. കപ്പലിലൊക്കെ ഉണ്ടാകല്ല അങ്ങനെ പൊതുവെ പുറത്തിരുന്ന് കാറ്റുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം. അതും 4 മൂലക്കലും ഇല്ല, 2 ഭാഗത്തേ ഉള്ളൂ. 4 ഭാഗത്ത്. അതിനേക്കാളും പച്ചയായി നമ്മൾ കാണും യകൂന ഖൗമുൻ ഫി ആഖിരി സമാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആഖിർ സമാനിൽ ഒരു ടീമിനെ കാണാം, യഖ്ലബൂന ബിഹാദ സവാദി കഹവാസുലിൽ ഹമാം. അവരെപ്പോഴും ഈ കറുത്ത ചായം ഇഷ്ടപ്പെടും. അവരെപ്പോഴും കറുത്ത മുടി, കറുത്ത രോമം, അവർക്ക് നല്ല കറുപ്പ് തേച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നരച്ചാലും കറുപ്പിക്കാൻ പാടില്ല. നരച്ചത് അവർ കറുപ്പിക്കും. നല്ല നല്ല ഈ മേടപ്രാക്കളെ പോലെ കൂട്ടിൽ നിന്ന് വാറുന്ന ആ കിളികളുടെ അതിന്റെ കറുപ്പ് പോലെ, അതിന്റെ തൊലിയുടെ കറുപ്പ് പോലെ എപ്പോഴും അവർക്ക് കണ്ടാൽ ഒരു 25 വയസ്സായിട്ടുള്ളൂ. 85 ആയാലും അങ്ങനെ പറയുന്ന ആൾക്കാർ 25ന്റെ നല്ല പക്വതയിലാണ്, പ്രൗഢിയിലാണുള്ളത്. ആ നല്ല കറുപ്പോട് കൂടെ അവരിങ്ങനെ നടക്കും. അതുകൊണ്ട് തന്നെ കുടുംബക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര രസമാണ് അവർ, അല്ലേ? മുടി, കറുത്ത മുടി ഉണ്ടെങ്കിൽ ആ മുടിക്ക് എണ്ണ തേക്കലും മറ്റൊക്കെ സുന്നത്താണ്. പക്ഷെ കറുപ്പിക്കാൻ പാടില്ല. വാരണം, തലയും താടിയൊക്കെ വാരണം, അത് സുന്നത്താണ്. 5 വക്ത് നിസ്കാരത്തിന് പോകുമ്പോഴും താടിയും തലമുടിയും ചീകുന്ന ആളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നല്ലവണ്ണം തലപ്പാവ് ധരിച്ച് തലേക്കെട്ട് കെട്ടി ജമാഅത്തിന് പോകും. താടിയും മുടിയും വാരണം, സുന്നത്താണ്. പക്ഷെ വെളുത്തത് കറുപ്പിക്കരുത്. ലാ യജിദൂന റായിഹത്തൽ ജന്ന എന്നുണ്ട് ഹദീസിന്റെ അവസാനം. സ്വർഗത്തിന്റെ പരിമളം അവരാസ്വദിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറുപ്പിക്കരുത്, അത് വൻകുറ്റമാണ്, ചെറുദോഷമല്ല. കറുപ്പിക്കുന്ന ആളുകൾ അധികരിച്ചു വരികയാണ്. വെളുത്ത മുടി കണ്ടപ്പോഴും തങ്ങൾ പറഞ്ഞു ഈ വെളുപ്പൊന്ന് മാറ്റണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു വജിത്തനിബുസ് സവാദ്, കറുപ്പ് സ്വീകരിക്കരുത്. കറുപ്പടിക്കാതെ വെളുപ്പ് മാറ്റണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ടിട്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മൈലാഞ്ചി തേച്ചിരുന്നു താടിക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ താടിക്ക് മൈലാഞ്ചി തേച്ചിരുന്നു. മൈലാഞ്ചി ചായം പറ്റും, കറുപ്പടിക്കരുത്. പുരുഷന്മാരും സ്വീകരിക്കുന്നു, സ്ത്രീകളും സ്വീകരിക്കുന്നു. എത്ര യാഥാർത്ഥ്യമായിട്ടാണ് അത് കാണുന്നത്. ചിലരോടൊക്കെ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അവര് പറയും അതത്ര ഒരു പ്രശ്നമല്ല എന്നാ തോന്നുന്നത്. എന്തേ? അത് അത്രയും ആളുകൾ അത് സ്വീകരിക്കുന്ന ഒരു മാർഗമായി വന്നിട്ടുണ്ടല്ലോ. സ്വീകരിക്കുന്ന എല്ലാരും അങ്ങനെ സ്വീകരിച്ച മാർഗമായതുകൊണ്ട് ഒരു വലിയ വിഷയം ഉണ്ടാകൂല അതില്. അങ്ങനെ സൂചന ചില ആൾക്കാർ. എല്ലാവരും അങ്ങനെ ഒരു തെറ്റ് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റ് ഹലാലാകുമോ? ഇല്ല. കറുപ്പടിക്കാൻ പാടില്ല. അഥവാ